എന്തിനാ ഇവിടെ വന്നിരിക്കുന്നെന്ന് അറിയോ ചേട്ടന്? ഷാജഹാൻ ദൈവം ഇതാണ് ആ ഇതാ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പിന്നല്ല, ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് സമ്മർ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, സൂപ്പറാണ്. പിന്നെ ചേട്ടാ, ക്ലാരയുടെ എൻഗേജ്മെന്റ് ആവാറായി. അത് നമുക്ക് വിളിക്കാം. കാര്യമായിട്ടും ഐ കോൺഫേം? ഫുൾ കോൺഫേം. പിന്നല്ല, പൊളിച്ചെടുക്കണം. അത് കേട്ടാ മതി. ചേട്ടാ, ചേട്ടൻ എന്തെങ്കിലും തിരക്കുണ്ടോ? ഇപ്പൊ പോണോ? എന്ത് തിരക്ക്? ഈ സൂര്യാസ്തമയ സമയത്ത് ഇവിടത്തെ തിരുമാലകളെ നോക്കിയിരിക്കാൻ എന്ത് രസമുള്ള മേരി. എന്നാ ചേട്ടൻ ഇവിടെ ഇരുന്നോ. ഞാൻ ഒരു കാര്യം വിട്ടുപോയി. എനിക്ക് 6 മണിക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. പോട്ടെ. ടാറ്റാ. സാധനം. ഗുഡ് മോർണിംഗ് മിസ്. എന്ത് പറ്റി മിസ്? ഏയ് ഒന്നുമില്ല. ശ്രീലേഖ മിസ് ബാഡ്മിന്റൺ കളിയില്ലേ? ബാഡ്മിന്റൺ ഒക്കെ നല്ല എനർജറ്റിക് സ്പോർട്സ് അല്ലേ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. സൈന നേവാൾ, ജ്വാല ഗുട്ട, PV സിന്ധു, ജോലി രാജിവെച്ച് ടീച്ചറൊക്കെ ബാഡ്മിന്റണിൽ ഇറങ്ങണം. അതിനുള്ള കാലിബർ ഉണ്ട് നിങ്ങൾക്ക്, ഞാനത് കാണുന്നു. ചേട്ടൻ എന്താ ഇപ്പൊ തൈക്കോണ്ടോ ക്ലാസ്സിനൊന്നും വരാത്തെ? മേരി ഭയങ്കര ഉഴപ്പാണ് കേട്ടോ. മേരി, ക്ലാര ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇത് നോക്ക്. നീ എന്തിനാണ് ഇത് എപ്പോഴാ ലൈലാസന്റെ വാലെ തൂങ്ങി നടക്കുന്നത്? അവനൊരു ലോക തല്ലിപ്പൊളിയാ. അടിയും വീട്ടിയും അവന്റെ ഒരു ഷോ. അതാണ് ലൈലാസുരൻ ചേട്ടൻ. പുള്ളി വെറും ചുമ്മാണ്. അല്ലാണ്ട് ചെലവന്മാരെ പോലെ കിടന്നോ, ചോറുണ്ടോ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നിനക്ക് കുറച്ച് കൂടുന്നുണ്ടോ മേരി? എന്താ, സ്വന്തം ലൈഫിൽ തീരുമാനം എടുക്കാൻ കഴിയാത്തവരാരും എന്റെ ലൈഫിൽ ഇടപെടാൻ നിൽക്കണ്ട. അയാളായിരിക്കും എന്താ എടുക്കുന്നില്ലേ? ഇഷ്ടല്ലേ കട്ടി. ഹലോ. കഴിച്ചു. ഇല്ല, കിടന്നിട്ടില്ല. കുറച്ചും കൂടെ അസൈൻമെന്റ്സ് പെൻഡിങ് ഉണ്ട്. ശരി, ഗുഡ് നൈറ്റ്. ഇയാൾക്ക് ഇതേ ചോദിക്കാനുള്ളൂ? നിനക്ക് വേറെ പണിയില്ലേ? നീ നിന്റെ കാര്യം നോക്കൂ. അന്തസ്സുള്ളവരൊക്കെ അങ്ങനെയാ. നീ നിന്റെ കാര്യം ശരിക്കും ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചാ നിനക്ക് കൊള്ളാം. ഒരു യോഹന. അഭിലാഷ് കുമാർ FM, തന്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. എക്സാം ഹാളിലും ടെൻഷൻ വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. ഇതാ ഇങ്ങനെ ഇൻഹീൽ. ഓളിയായിട്ട് പിള്ളേര് കളർ വെള്ളം കലക്കി ഒഴിച്ചാ? ഞാൻ ഈ ചാപ്റ്റർ നോക്കിയിട്ടില്ല. ഒരു രസമില്ല. അത് ഈ പരീക്ഷ കഴിഞ്ഞ് തോക്കുമ്പോ റെഡി ആയിക്കോളും. അതല്ലടാ, ഞാനും മേരി തമ്മില് എനിക്കെന്തോ എന്തെന്തോ അറിയില്ലടാ. എക്സാം തുടങ്ങിയില്ലേ? ഇപ്പൊ തുടങ്ങും. പിന്നെ ചേട്ടാ, നാളെ കഴിഞ്ഞ് ഞാൻ നാഷണൽസിന് പോകും. ഇനി കുറച്ച് ദിവസം ഉണ്ടാവില്ല. ഞാൻ വരുമ്പോഴേക്കും ക്ലാരയോടും പപ്പയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പെട്ടെന്ന് സെറ്റ് ആക്കാൻ നോക്ക്. മറക്കണ്ട, ഇനി അധികം സമയമില്ല കേട്ടോ. അപ്പൊ ശരി, എക്സാം നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. പരീക്ഷ പഠിക്കണേ. അവളുടെ വർത്താനം കേട്ടുകഴിഞ്ഞാൽ എനിക്ക് അവളുടെ ചേച്ചിയോട് പ്രേമാണെന്ന് തോന്നുന്നു. എല്ലാവരും സമ്മതിക്കണേ എനിക്ക് അവിടെ വീട്ടിൽ പോയിട്ട് കല്യാണം ആലോചിച്ച പോരെ? നീ ഇതൊക്കെ എന്നോടല്ല ചോദിക്കണ്ട, പോയി അവളോട് ഞാൻ ചോദിക്കും. അതിനെന്താ ചൂടാവണത്? അല്ല, അയ്യോ അവര് എക്സാം വന്നങ്ങട്. അതേ പോലെ നമ്മളുണ്ട്. അമന്യ എന്റെ തുണ്ടെനിക്ക് തരൂലേ?
ഒരാളും കോപ്പി അടിക്കാന്ന് വിചാരിക്കരുതേ. എനിക്ക് പുറകിലും കണ്ണുണ്ട്. കഴിഞ്ഞ കുറെ മാസങ്ങളായി സ്ഥിരമായി എന്റെ മേശയിൽ ആരോ ലെറ്റർ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാവണം. ആരാണെങ്കിലും കർത്താവിന്റെ നാമത്തിൽ ഇന്ന് തന്നെ വന്ന് മാപ്പപേക്ഷിക്കണം. അതല്ലെങ്കിൽ എത്ര സമയം എടുത്താലും ഞാൻ തന്നെ കൈയക്ഷരം വെച്ച് കണ്ടുപിടിച്ചിരിക്കും. ഏതൊന്നും അറിയണവോ മിസ്സിനൊക്കെ ലവ് ലെറ്റർ വെക്കണത്? വല്ല സാറുമാരൊക്കെ ആയിരിക്കും. അതാരണത് പ്രൊഫസർ HOD തരകനായിരിക്കും. ഇഫുടാ എക്സാം എങ്ങനെയുണ്ടാ? നീ ജയിക്കോ? നീ ജയിച്ചാൽ ഞാനും ജയിക്കും. ആ അപ്പ തോറ്റ്. അല്ല നമ്മളിപ്പോ എങ്ങോട്ടാണ് പോണത്? നീ നേരത്തെ ഒരു അനൗൺസ്മെന്റ് കേട്ടായിരുന്നു. ആ ഏതൊരു നാറി നമ്മുടെ മേശി മിസ്സിനെ ലവ് ലെറ്റർ വെച്ചല്ലേ? അങ്ങനെ ഏതൊരു നാരില്ല, അത് ഞാനാണ്. ഒച്ചോക്കല്ലേ, പതിയെ പറ. അയ്യോ, നീ എന്താണ് പറയണത് ഫിഫു? ഇതൊക്കെ വലിയ പ്രശ്നമാവൂട്ടാ. എന്തുട്ട് പ്രശ്നം? എനിക്ക് മിസ്സിന് ഇഷ്ടമായോണ്ടല്ലേ. ഇഷ്ടം തേങ്ങയാണ്. ആരെങ്കിലും പഠിപ്പിക്കണ മിസ്സിനെ ലവ് ലെറ്റർ വെക്കും, അത് മേഴ്സി മിസ്സിന്. നാറി ഇടിച്ചോണ്ടല്ലോ നാറികളെ. നാറികളാ. അപ്പൊ നീയൊക്കെയാണല്ലേ മിസ് മേഴ്സി ഞാൻ ലവ് ലെറ്റർ വെച്ചത്? അത് സാറേ ഇവനൊരു അബദ്ധം പറ്റി പോയതാണ് സാറേ. അത് സാറേ, എനിക്ക് മേഴ്സി മിസ്സിന് ഒരുപാട് നാളായിട്ട് മിസ്സിനെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി തമാശയ്ക്ക് അവൻ ചെയ്തു പോയതാണ് സാറേ. അവന് ടീച്ചർ ഒന്നും കൊടുത്ത് പറഞ്ഞു വിടരുത് സാറേ. പ്ലീസ് സാറേ, പ്ലീസ്. നീയൊക്കെ തമാശ കളിച്ച് മിസ് മേഴ്സി ഞാൻ കരയിപ്പിച്ചപ്പോ സമാധാനമായില്ലേ? സാറേ അവന്റെ ഭാവി നശിപ്പിക്കരുത് പ്ലീസ് സാറേ. എങ്ങനെയാ? ഞാൻ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. റിജു ഫെർണാണ്ടസ് തേങ്ങയാണ്, തേങ്ങ. നിന്നാണ്ടല്ലേ ഇടിച്ച് മിസ്സിന്റെ അടുത്ത് സോറി പറയാമ്പോ നടക്കം വിട്. നീയൊക്കെ ഇത് എങ്ങോട്ട് റൈഡിച്ച് കളി കയറി പോകുന്നത്? മേഴ്സി നാനാൻ ദേഷ്യത്തിലായിരിക്കും. ഞാൻ അവിടെ ചെന്ന് മേഴ്സി നാനോട് കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ആക്കിയിട്ട് വിളിക്കും. അപ്പൊ കയറി വന്നോണം, മാപ്പ് പറഞ്ഞോണം. ഇവൻ പറയും. പറയില്ലേ? പറഞ്ഞ നിനക്കൊക്കെ കൊള്ളാം. മാരി മാരി പറയാം. മിസ് മേഴ്സി നാനാൻ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് അത് സാറായിരിക്കണമെന്ന്. എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ്. അതിനാണ് നീയിപ്പോ അത് സാർ അല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ്. അല്ല മിസ് മേഴ്സി നാനാൻ, ഞാൻ ഒന്നും പറയണ്ട, എനിക്കറിയാം എന്നെ ഇഷ്ടമാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടതെന്നൊരു മഹാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ ഇല്ലേ ഉണ്ടോ ഇല്ലേ ഇല്ലേ ഇല്ലേ